നമസ്തേ സബ്കോ സ്വാഗത്. ഇന്ന് നമ്മൾ ഗ്രാമറിലെ ലിങ്കാണ് പഠിക്കുന്നത്. മുൻപ് നമ്മൾ പഠിച്ചത് ശബ്ദരചന പഠിച്ചു, സംഖ്യ പഠിച്ചു. നമ്മൾ സംഖ്യ, ലിങ്ക്, അതുപോലെ തന്നെ വചൻ, കാരക് ഒക്കെ വികാരി ശബ്ദമാണ്, ചേഞ്ച് വരുന്നതാണെന്നാണ് പറയുന്നത്. ലിംഗത്തിന് വചനത്തിന് കാരകനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ വികാരി ശബ്ദം നമ്മൾ പഠിച്ചത്. അപ്പോൾ ലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. സംഖ്യ के जिस रूप से किसी प्राणी अथवा वस्तु की जाति का बोध होता है उसे लिंग कहते हैं. നമ്മുടെ നൗണിൻ്റെ ഏത് രൂപത്തിൽ നിന്നാണോ ഏതെങ്കിലും ഒരു പ്രാണിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ജാതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നത്. ഏതൊരു പ്രാണിയായാലും ഏതൊരു ജീവിയായാലും ഏതൊരു വസ്തുവായാലും അതിൻ്റെ ജാതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിംഗ് കിസെ कहते हैं संख्या के जिस रूप से किसी प्राणी अथवा वस्तु की जाति का बोध होता है उसे लिंग कहते हैं. हिंदी में 2 ही लिंग होते हैं. ഹിന്ദിയിലെ പ്രധാനമായി 2 ലിംഗമാണുള്ളത്, പുല്ലിംഗ്, സ്ത്രീലിംഗ്. മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, 2 ലിംഗമാണുള്ളത്, പുല്ലിംഗവും സ്ത്രീലിംഗവും. പുല്ലിംഗ് സ്ത്രീലിംഗം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം. പുല്ലിംഗ് എന്ന് പറഞ്ഞാൽ പുരുഷജാതിയുടെ ബോധം ഉണ്ടാക്കുന്നത്, സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീജാതിക്ക ബോധം होता है. ഇപ്പോൾ എന്താണെന്ന് നോക്കാം. പുല്ലിംഗ് जो शब्द पुरुष जाति का बोध कराते हैं उन्हें पुल्लिंग कहते हैं. ഏത് വേടാണോ പുരുഷജാതിയാണെന്നുള്ള ബോധമുണ്ടാക്കുന്നത് അതിനെ നമ്മൾ പുല്ലിംഗ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ലഡ്ക ജാത്താ ഹെ, ആൺകുട്ടി പോകുന്നു. ലഡ്ക ആൺകുട്ടിയാണ്, പുരുഷജാതിയാണത്. इस वाक्य में लड़का शब्द पुरुष जाति का बोध कराता है, इसलिए वह पुल्लिंग है. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ ലഡ്ക എന്ന് പറയുന്ന വേഡ് ആൺകുട്ടി എന്നുള്ളത് പുരുഷജാതിയാണെന്നുള്ള ബോധമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വഹ് പുല്ലിംഗ് ഹെ, ലഡ്ക എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അല്ല ബേട്ട, മകൻ, ബച്ച. അപ്പോൾ നമ്മൾ പുരുഷജാതി എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതെല്ലാം പുല്ലിംഗമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പോസിറ്റാണ് സ്ത്രീലിംഗ്. ജോ ശബ്ദ സ്ത്രീ ജാതി കാ ബോധ് കരാത്തെ ഹേ ഉനെ സ്ത്രീലിംഗ് कहते हैं. ഏത് വേടാണ് സ്ത്രീജാതിയെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നത് അതിനെ നമ്മൾ സ്ത്രീലിംഗമെന്ന് പറയുന്നു. ജൈസെ ലഡ്കി ജാതി ഹേ, പെൺകുട്ടി പോകുന്നു. इस वाक्य में लड़की शब्द स्त्री जाति का बोध कराता है, इसलिए वह स्त्रीलिंग है. അപ്പോൾ ഈ സെൻറ്റൻസിൽ ലഡ്കി ജാതി ഹെ എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ ലഡ്ക്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. ലഡ്ക ആൺകുട്ടി, ലഡ്ക്കി പെൺകുട്ടി. ആ പെൺകുട്ടി എന്ന് പറയുന്ന ആ വേഡ് സ്ത്രീ ജാതിയെ ആണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നൊരു വേഡാണ്. അതുകൊണ്ട് ഈ ലഡ്ക്കി ശബ്ദ് സ്ത്രീലിംഗ് ഹെ, ലഡ്ക്കി എന്ന് പറയുന്ന ഈ വേഡ് സ്ത്രീലിംഗാണ്. അടുത്ത് നമ്മൾ ലിംഗനിർണയമാണ്. എങ്ങനെ ലിംഗനിർണയം നടത്താം, സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റും. हिंदी में प्राणीवाच्य संख्याओं का लिंग निर्णय करना सरल है, क्योंकि जो शब्द पुरुष या नर का बोध कराते हैं वे पुल्लिंग है और जो स्त्री या मादा का बोध कराते हैं वे स्त्रीलिंग है. ഹിന്ദിയിലെ പ്രാണിവാചക നൗണുകൾ, ജീവനുള്ള വേഡുകൾ, അതിനെ ലിംഗനിർണയം നടത്തുക എന്ന് പറയുന്നത് എളുപ്പമാണ്. ക്യോങ്കി ജോ ശബ്ദ പുരുഷ യാ നർ കാ ബോധ് കരാത്തെ ഹേ, കാരണം ഏത് വേടാണ് പുരുഷൻ അല്ലെങ്കിൽ നർ എന്നുള്ള ബോധമുണ്ടാക്കുന്നത് അത് പുല്ലിംഗമാണ്. അതുപോലെ തന്നെ സ്ത്രീ യാ മാതാക്ക ബോധ കരാത്ത, സ്ത്രീ അല്ലെങ്കിൽ മാത എന്നുള്ള ബോധമുണ്ടാക്കുന്നത് ഏത് വേടാണോ അത് സ്ത്രീലിംഗമാണ്. ഫോർ എക്സാമ്പിൾ,
लड़का, आदमी, कुत्ता, शेर, हाथी आदि शब्द पुल्लिंग है. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ലടുക്ക എന്നുള്ളത് ആദമി, കുത്ത, ഷേർ, ഹാത്തി ഇതെല്ലാം പുല്ലിംഗാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് സ്ത്രീലിംഗാണ് കാണേണ്ടത്. സ്ത്രീലിംഗം അതിൽ ലടുക്ക എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം ലടുക്കിയാണ്. അതുപോലെ ആദമിയാണെങ്കിൽ സ്ത്രീലിംഗം ഔരത്താണ്. കുത്ത എന്നാണെങ്കിൽ കുത്തി അല്ലെങ്കിൽ കുത്തിയ എന്നുള്ളതാണ്. ഷേറാണെങ്കിൽ ഷേർനി, ഹാത്തിയാണെങ്കിൽ ഹത്തിനി. അപ്പോൾ പുല്ലിംഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അതായത് ലടുക്കി, ഔരത്, കുത്തി, ഷേർനി, ഹത്തിനി ആദി ശബ്ദ സ്ത്രീലിംഗ ഹേ. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ലടുക്ക, ആദമി, കുത്ത, ഷേർ, ഹാത്തി എന്നുള്ളത് പുല്ലിംഗവും ലടുക്കി, ഔരത്ത്, കുത്തി, ഷേർനി, ഹത്തിനി തുടങ്ങിയവ സ്ത്രീലിംഗവുമാണ്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് പറഞ്ഞത് ഇതാണ്, പ്രാണിവാചക സംഖ്യാओं का लिंग निर्णय करना सरल है. जो शब्द पुरुष का बोध कराता है वे पुल्लिंग है. जो शब्द मादा या स्त्री का बोध कराते हैं वे स्त्रीलिंग है. नेक्स्ट पैराग्राफ. प्राणीवाचक संख्याओं में भी कुछ शब्द ऐसे हैं जो हमेशा पुल्लिंग में ही प्रयुक्त होते हैं और कुछ ऐसे हैं जो हमेशा स्त्रीलिंग में ही प्रयुक्त होते हैं. ഈ പ്രാണിവാചക സംഖ്യകളിലെ കുച്ച് ശബ്ദ കുറച്ച് വേർഡ്സ് ഇങ്ങനെയുണ്ട്. എങ്ങനെയാണ്? ഹമേശ പുല്ലിംഗ് മേ ഹി പ്രയുക്ത് ഹോത്തെ ഹേ. എല്ലായ്പ്പോഴും പുല്ലിംഗത്തിന് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആർ കുച്ച് ഐസേ ഹേ ജോ ഹമേശ സ്ത്രീലിംഗ് മേ ഹി പ്രയുക്ത് ഹോത്തെ ഹേ. അതുപോലെ കുറച്ച് വേർഡ്സ് സ്ത്രീലിംഗത്തിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജീവനുള്ള നാമങ്ങൾ വരുമ്പോൾ പ്രാണിവാചക സംഖ്യകളിലെ കുറച്ച് വേർഡ്സ് പുല്ലിംഗത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതും സ്ത്രീലിംഗത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുമുണ്ട്. ജൈസെ കൗവ, ഉല്ലു, ചീത്ത, बेड़िया, पक्षी आदि शब्द सदा पुल्लिंग होते हैं और कोयल, तितली, बटेर, मछली, मक्खी, मैना आदि शब्द सदा स्त्रीलिंग होते हैं. അപ്പോൾ അതിൽ കുറച്ച് വേർഡ്സ് എല്ലായ്പ്പോഴും പുല്ലിംഗത്തിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട്, സ്ത്രീലിംഗത്തിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് പറയുന്നത് കൗവ. അത് പുല്ലിംഗത്തിൽ മാത്രം ഉപയോഗിക്കുക, കൗവ, അത് പുല്ലിംഗമാണ്. ഉല്ലു, ചീത്ത, ബേഡിയ പക്ഷി, കൗവ കാക്ക, ഉല്ലു ഔൾ മൂങ്ങ, ചീത്ത പുലി, ബേഡിയ ചെന്നായ്, പക്ഷി ഇതെല്ലാം എല്ലായ്പ്പോഴും പുല്ലിംഗമാണ്. और कोयल, तितली, बटेर, मछली, मक्खी, मैना. അതുപോലെ തന്നെ കോയിൽ കുയിൽ, തിത്തലി ബട്ടർഫ്ലൈ, ബട്ടർ വണ്ട്, മച്ചിലി മത്സ്യം, മക്കി ഈച്ച, മൈന തുടങ്ങിയ വേർഡ്സ് എല്ലായ്പ്പോഴും സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുക. इन शब्दों में लिंग भेद करना आवश्यक हो जाने पर नर या मादा शब्द पहले जोड़ा जाता है. ഇപ്പോൾ ഈ വാക്കുകളിൽ ലിംഗഭേദം നടത്തേണ്ടത് ആവശ്യമായി വരികയാണെങ്കിൽ ഈ പറഞ്ഞ പുല്ലിംഗത്തിൻ്റെ കവ്വ എന്നുള്ളതിനെ നമുക്ക് സ്ത്രീലിംഗത്തിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് മാത എന്നുള്ള വേഡ് മുൻപിൽ വെക്കണം. കവ്വ എന്നുള്ള പുല്ലിംഗ വേർഡാണ്, അതിനെ സ്ത്രീലിംഗാക്കണമെങ്കിൽ മാതാ കവ്വ എന്നാക്കിയിട്ട് മാറ്റണം. അതുപോലെ തന്നെ മച്ചലി മത്സ്യം സ്ത്രീലിംഗാണ്, അത് നമുക്ക് ആണ് പുല്ലിംഗാക്കി മാറ്റണമെങ്കിൽ അതിൽ മച്ചലിയുടെ മുൻപ് നമ്മൾ നർ എന്ന് വയ്ക്കണം. നർ മച്ചലി അല്ലെങ്കിൽ നർ തിത്തലി, തിത്തലിയുടെ മുന്നിൽ നർ വയ്ക്കുക. അപ്പോൾ ലിംഗഭേദം നടത്തേണ്ടത് ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ നമ്മൾ പുല്ലിംഗം വേർഡാണെങ്കിൽ അതിൻ്റെ മുൻപിൽ നമ്മൾ സ്ത്രീലിംഗത്തിൻ്റെ വേർഡായിട്ടുള്ള മാതാ ശബ്ദം ചേർക്കുകയും സ്ത്രീലിംഗമാണെങ്കിൽ അത് പുല്ലിംഗമാക്കണമെങ്കിൽ നമ്മൾ സ്ത്രീലിംഗത്തിൻ്റെ മുൻപ് നമ്മൾ നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിംഗമായിട്ട് മാറുന്നു. ജൈസെ നർ ബട്ടേർ, മാതാ കൗവ ആദി. അപ്പം നർ എന്ന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ
സ്ത്രീലിംഗത്തിൻ്റെ മുന്നിൽ നർ വെച്ച് കഴിഞ്ഞത് പുല്ലിംഗമായി മാറുന്നു. അതുപോലെ പുല്ലിംഗത്തിന് മുൻപിലായിട്ട് നമ്മൾ മാതാ വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമായിട്ട് മാറുന്നു. ഇപ്പോൾ ചില വേർഡ്സ് മാത്രം പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ ലിംഗഭേദം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേർഡ്സ് നമ്മൾ മുൻപിൽ വെക്കേണ്ടതായിട്ടുണ്ട്. आप प्राणीवाच्य शब्दों के लिंग निर्णय संबंधी कुछ नियम हिंदी में है, किंतु इनसे कोई विशेष प्रयोजन नहीं है, क्योंकि इनमें से कई नियमों के बहुत से अपवाद भी होते हैं. अप्राणीवाच्य शब्दों के लिए അപ്രാണിവാചി ജീവനില്ലാത്ത വാക്കുകൾ, ജീവനില്ലാത്ത വസ്തുക്കൾ, അതിൻ്റെ ലിംഗനിർണയത്തെ സംബന്ധിച്ച് കുറച്ച് നിയമങ്ങൾ ഹിന്ദിയിലുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന് പറയുന്നത്. കാരണം ഇൻമേം സെ കൈ നിയമം കെ ബഹുത് സെ അപവാദ് ബി ഹോത്തെ, ഈ പറയുന്ന കുറേ നിയമങ്ങളിൽ ഒരുപാട് അപവാദങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലിംഗനിർണയം കുറച്ച് നിയമങ്ങളുണ്ടെങ്കിലും അതത്ര പ്രയോജനപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഫിർ ബി ലിംഗനിർണയ സംബന്ധി കുച്ച് മുഖ്യ നിയം നീച്ചെ ദിയ ജാത്തെ ഹെ, പക്ഷേ ലിംഗനിർണയത്തെ സംബന്ധിച്ച് കുറച്ച് നിയമങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് പുല്ലിംഗ് സംജ്ഞാവോം കെ നിയം, പുല്ലിംഗ് സംഖ്യാവോം കെ നിയം, പുല്ലിംഗം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ നിയമങ്ങൾ, സ്ത്രീലിംഗത്തിൻ്റെ നിയമങ്ങളുണ്ട്, പുല്ലിംഗത്തിൽ നിന്ന് സ്ത്രീലിംഗാക്കാനുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ ലിംഗ് എന്നുള്ള പാഠത്തിൽ നമുക്ക് പുല്ലിംഗം സ്ത്രീലിംഗം ഓരോന്നിനും നിയമമുണ്ട്. എങ്ങനെയാണ് നമ്മൾ പുല്ലിംഗമാണെന്ന് തിരിച്ചറിയുക, അതിനുള്ള നിയമമുണ്ട്. അതിലെ ആദ്യത്തെ പോയിൻ്റ് ഇതാണ്, സംസ്കൃത് के आकारांत शब्दों को छोड़कर हिंदी के सभी आकारांत शब्द पुल्लिंग होते हैं. സംസ്കൃതത്തിലെ ആകാരാന്ത ശബ്ദങ്ങളെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, ആകാരാന്തത്തിൽ അവസാനിക്കുന്ന വേർഡ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹിന്ദിക്ക് സബി ആകാരാന്ത ശബ്ദം, ഹിന്ദിയിലെ എല്ലാ ആകാരാന്ത വേർഡ്സും പുല്ലിംഗാണെന്നാണ് പറയുന്നത്. ജൈസെ കപ്പട, ആട്ട, ജൂത്ത, ചാത്ത, പൈസ ആദി. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്? സംസ്കൃതത്തിലെ ആകാരാന്ത് വേർഡ്സിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഹിന്ദിയിലെ എല്ലാ ആകാരാന്ത് വേർഡ്സും പുല്ലിംഗമാണ്. ആയിൽ അവസാനിക്കുന്ന വേർഡ്സ് പുല്ലിംഗമാണ്. കപ്പട ആയിലാണ് അവസാനിക്കുന്നത്. ആട്ട, അല്ലെ ജൂത്ത, ചാത്ത, പൈസ തുടങ്ങിയ വേർഡ്സൊക്കെ ആയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അത് എന്താണ്? പുല്ലിംഗമാണ്. അതിൽ അപവാദം വരുന്നുണ്ട്. ആയിൽ അവസാനിക്കുന്നു എന്നുണ്ടെങ്കിലും അത് പുല്ലിംഗമല്ല സ്ത്രീലിംഗമായിട്ട് മാറുന്ന വേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് പറയുന്നത് ലഘുത ബോധക് ഇയ പ്രത്യാന്ത് ശബ്ദ സ്ത്രീലിംഗ ഹോത്തെ ഹെ. ഇനി ലഘുത്വത്തെ കാണിക്കുന്ന ഇയ എന്ന് പറയുന്ന പ്രത്യയത്തിൽ അവസാനിക്കുന്ന വേർഡ്സ് സ്ത്രീലിംഗാണ്. ജൈസെ ലുഠിയ, ഗഠിയ, ഡിബിയ. അപ്പോൾ ഇയ എന്ന് പറയുന്ന പ്രത്യയത്തിൽ അവസാനിക്കുന്ന വേർഡ്സ് സ്ത്രീലിംഗാണ്. ആയിലാണ് അവസാനിക്കുന്നത്. ഇയ എന്ന് പറഞ്ഞാൽ ആകാരാന്ത് തന്നെയാണ്. പക്ഷേ ആ വേർഡ്സ് പുല്ലിംഗമല്ല സ്ത്രീലിംഗാണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപവാദങ്ങളുള്ളത് കൊണ്ട് തന്നെ നിയമങ്ങളുണ്ടെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ധാതുവം, ഗ്രഹം, നക്ഷത്രം, പേടോം, പഹാടോം और रत्नम के नाम पुल्लिंग होते हैं. ശ്രദ്ധിക്കേണ്ട കാര്യം, ധാതുക്കൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, പർവ്വതങ്ങൾ, രത്നങ്ങൾ, ഇതിൻ്റെ എല്ലാം പേര് പുല്ലിംഗാണ്. ധാതുക്കൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, രത്നങ്ങൾ, ഇതിൻ്റെ എല്ലാം പേരുകൾ പുല്ലിംഗമാണ്. ജൈസെ സോന, സൂര്യ, ചന്ദ്രമ, ബർഗദ്, ഹിമാലയ്, ഹീര ആദി. അതിൽ എക്സാമ്പിൾ സോന.
സോന എന്ന് പറയുന്നത് ഒരു ധാതുവാണ്, സ്വർണം. അതുപോലെ തന്നെ സൂര്യൻ, ഗ്രഹങ്ങൾ, ചന്ദ്രമ, അതുപോലെ ബർഗദ് ആൽമരം, പേട്, ഹിമാലയ് പർവ്വതം, അതുപോലെ രത്നങ്ങളുടെ പേര് ഹീര, ഹീര എന്ന് പറഞ്ഞാൽ ഡയമണ്ട്. അപ്പോൾ ഇവിടെ ധാതുവും ഗ്രഹവും നക്ഷത്രവും പേടവും പഹാടവും और रत्नों के नाम पुल्लिंग होते हैं. പക്ഷെ ഇതിൽ അപവാദം കിടക്കുന്നുണ്ട്. ചാന്തി, പൃഥ്വി, ഇമലി, സുപാരി ആദി. ഇതിൽ അപവാദമായിട്ട് കിടക്കുന്നത് ചാന്തി, വെള്ളി, അതുപോലെ തന്നെ പൃഥ്വി, ഭൂമി, ഇമലി, പുളി, സുപാരി, അടയ്ക്ക. അപ്പോൾ ഈ സാധനങ്ങൾ ധാതുക്കളുണ്ട് ഇതിൽ, അതുപോലെ തന്നെ ഗ്രഹങ്ങളുണ്ട്, മരങ്ങളുണ്ട്. ഇത് അപവാദമായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ചാന്തി, പൃഥ്വി, ഇമലി, സുപാരി തുടങ്ങിയവ പുല്ലിംഗം അല്ലാതെ സ്ത്രീലിംഗത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ പുല്ലിംഗത്തിൽ നമ്മൾ പറഞ്ഞ ഈ നിയമപ്രകാരം അപവാദമുണ്ട്. അതായത് നിയമം എന്ന് പറയുന്നത് ധാതുക്കൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, പർവ്വതങ്ങൾ, രത്നങ്ങളുടെ പേര് പുല്ലിംഗമാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ പുല്ലിംഗമല്ല, അത് സ്ത്രീലിംഗത്തിലാണ് കിടക്കുന്നത്. അതാണ് അപവാദമായിട്ട് കിടക്കുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, മഹീനം തഥാ ദിനം കെ നാം പുല്ലിംഗ് ഹോത്തെ ഹെ. മാസങ്ങൾ, ദിവസങ്ങളുടെ പേര് അത് പുല്ലിംഗാണ്. ജൈസെ ചൈത്ര, വൈശാഖ്, ആഷാഢ്, രവിവാർ, സോമവാർ ആദി. മഹീനോ മാസങ്ങൾ, മന്ത്, മലയാള മാസങ്ങൾ അല്ലേ, ചൈത്രമാസം, വൈശാഖ മാസം, ആഷാഢം തുടങ്ങിയ മാസങ്ങൾ. അതുപോലെ തന്നെ എല്ലാ മാസങ്ങളും പുല്ലിംഗാണ്. അതുപോലെ എല്ലാ ദിനങ്ങളും, ദിവസങ്ങൾ, ആഴ്ചയിൽ 7 ദിവസവും അത് പുല്ലിംഗത്തിലാണ് വരിക. രവിവാർ തൊട്ട് ഇവിടെ ശനിവാർ വരെയുള്ള എല്ലാ ദിവസവും എന്ന് പറയുന്നത് പുല്ലിംഗത്തിലാണ്. നാലാമത്തെ പോയിൻ്റ്, സമുദ്രവും ദേശവും ജില്ലവും നഗരവും തഥാ ഗാവം കെ നാം പുല്ലിംഗ ഹെ. സമുദ്രങ്ങളുടെ പേര്, രാജ്യങ്ങളുടെ പേര്, ജില്ലകളുടെ പേര്, നഗരങ്ങളുടെ പേര്, ഗ്രാമങ്ങളുടെ പേര് ഇതെല്ലാം പുല്ലിംഗാണ്. ജൈസെ അറബ് സാഗർ, ഭാരത്, കൽക്കത്ത, മദ്രാസ്, സേവാഗ്രാം ആദി. അറബിക്കടൽ, അറബ് സാഗർ, ഭാരത് ദേശം, ജില്ല, അതുപോലെ നഗരങ്ങൾ കൽക്കത്ത, മദ്രാസ്, ഗ്രാമങ്ങൾ സേവാഗ്രാം, ഇതെല്ലാം പുല്ലിംഗാണ്. ഇതിൽ ഒരേ ഒരു അപവാദമേ ഉള്ളൂ, ദില്ലി എന്ന് പറയുന്ന ആ നഗരം അത് സ്ത്രീലിംഗാണ്, ബാക്കിയെല്ലാം പുല്ലിംഗാണ്. ഇപ്പോൾ നാലാമത്തെ പോയിൻ്റ് ഇതാണ്, സമുദ്രം ദേശം ജില്ലവും നഗരവും തഥാ गाँवों के नाम पुल्लिंग है जैसे अरब सागर, भारत, कलकत्ता, मद्रास, सेवाग्राम आदि पुल्लिंग है, लेकिन एक अपवाद है, ये दिल्ली. दिल्ली അതിലെ അപവാദമാണ്. അഞ്ചാമത്തെ പോയിൻ്റ്, जिन भाववाचक संख्याओं के अंत में आब, पन, पा, त्व आदि प्रत्यय हो വേ പുല്ലിംഗ് ഹെ. ഏത് ഭാവവാചക സംഖ്യകളിലെ അവസാനത്തിലാണ് ആവ്, പൻ, പ, ത്വ തുടങ്ങിയ പ്രത്യയങ്ങൾ വയ്ക്കുന്നത് അവ പുല്ലിംഗാണ്. ഭാവവാചക സംഖ്യ നമ്മൾ പഠിച്ചു. സംഖ്യയിലെ വ്യക്തിവാചക്, ജാതിവാചക്, ഭാവവാചക്. അല്ലെ ഭാവവാചക നൗണുകളുടെ അവസാനത്തിൽ നമ്മൾ ആവ് വയ്ക്കുന്നു, പൻ വയ്ക്കുന്നു, ബച്ച, ബച്പൻ, ലഡക്പൻ, പാ വയ്ക്കുന്നു, ബുഡാപ്പ, അതുപോലെ തന്നെ ത്വ, മനുഷ്യത്വ. അപ്പം ഇങ്ങനെയുള്ള അവസാനത്തിൽ ഭാവവാചക സംഖ്യകളുടെ അവസാനത്തിൽ ആബ്, പൻ, പാ, ത്വ തുടങ്ങിയ പ്രത്യയങ്ങളാണെങ്കിൽ അത് പുല്ലിംഗമാണ്. ജൈസെ ബഹാവ്,
ബച്പൻ, ബുഡാപ്പ, മനുഷ്യത്ത്. ഇതെല്ലാം ഭാവാദി സംഖ്യയിലാണ് പെടുന്നത്. അതെല്ലാം പുല്ലിംഗമാണ്. ഇതിന് അപവാദമൊന്നും തന്നെ ഇല്ല. അപ്പം ഭാവാദി സംഖ്യകളിലെ അവസാനത്തിൽ ആവ്, പൻ, പാ, ത്വ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേരുകയാണെങ്കിൽ വരികയാണെങ്കിൽ അത് പുല്ലിംഗമാണ്. നെക്സ്റ്റ് 6ാമത്തെ പോയിൻ്റ്, कृदंत की वे संख्याएं हैं जिनके अंत में आन आता है, पुल्लिंग होती है. कृदंत की वे संख्याएं जिनके अंत में आन आता है, ആനിൽ അവസാനിക്കുന്ന വേർഡ്സ് അത് പുല്ലിംഗമാണെന്നാണ് പറയുന്നത്. ജൈസെ ലഗാൻ, മിലാൻ, ഖാൻ, പാൻ ആദി. എക്സാമ്പിൾ ലഗാൻ, അതുപോലെ മിലാൻ കൂടിക്കാഴ്ച, ഖാൻ പാൻ ഭക്ഷണ പദാർത്ഥങ്ങൾ, ലഗാൻ ടാക്സ്, അതെല്ലാം പുല്ലിംഗാണ്, ആനിൽ അവസാനിക്കുന്നത്. कृदंत की वे संख्याएं जिनके अंत में आन आता है, അത് പുല്ലിംഗാണ്. അപവാദമുണ്ട്. ഉഡാൻ, പഹ്ചാൻ, മുസ്കാൻ ആദി. ഇപ്പോൾ ആനിൽ അവസാനിക്കുന്ന വേർഡ്സിൽ അപവാദമായിട്ട് പറയുന്നത് ഉഡാൻ, പഹ്ചാൻ, മുസ്കാൻ തുടങ്ങിയവ സ്ത്രീലിംഗത്തിലാണ് പെടുന്നത്. നെക്സ്റ്റ് 7ാമത്തെ പോയിൻ്റ്, ക്രിയാർത്ഥക സംഖ്യായം പുല്ലിംഗ് ഹേ. ജൈസെ ചല്ല, ഖേൽന, ദൗഡ്ന ആദി. ക്രിയയുടെ അർത്ഥം വരുന്ന നൗണുകൾ ക്രിയാർത്ഥ സംഖ്യായം പുല്ലിംഗ് ഹേ. എക്സാമ്പിൾ ചല്ല എന്ന് പറയുന്നത് ഖേൽന, ദൗഡ്ന തുടങ്ങിയ ക്രിയകൾ പുല്ലിംഗമാണ്. 8ാമത്തെ പോയിൻ്റ്, അനാജം കെ നാം പുല്ലിംഗ് ഹോത്തെ ഹേ. അനാജ് ധാന്യങ്ങളുടെ പേര് പുല്ലിംഗാണ്. അനാജം കെ നാം പുല്ലിംഗ് ഹോത്തെ ഹേ. ജൈസെ ഗേഹും, ചാവൽ, ചന, ബജ്ര ആദി. അപ്പോൾ ധാന്യങ്ങളുടെ പേരെല്ലാം പുല്ലിംഗമാണ്. ഉദാഹരണം നമ്മൾ പറയുന്നു, ഗോതമ്പുണ്ട്, അരിയുണ്ട്, ചന കടല, അതുപോലെ തന്നെ ബജ്ര. ഈ സാധനങ്ങൾ പുല്ലിംഗാണ്. പക്ഷെ അതിന് അപവാദമുണ്ട്. മൂങ്ങുണ്ട്, ദാല്, അർഹർ. മൂങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടല, അതുപോലെ ദാല് പരിപ്പ്. മൂങ്ങ് എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി അല്ലെങ്കിൽ കടല. ദാലുണ്ട്, പരിപ്പുണ്ട്, അർഹർ തുരപ്പരിപ്പ്. അപ്പോൾ അത് അപവാദമായിട്ട് പെടുന്നത് സ്ത്രീലിംഗത്താണ് വരുന്നത്. ഇപ്പോൾ ഓർക്കേണ്ട പോയിൻ്റ് 8ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അനാജം കെ നാം പുല്ലിംഗ് ഹോത്തെ ഹേ. ധാന്യങ്ങളുടെ പേര് പുല്ലിംഗമാണ്. 9ാമത്തെ പോയിൻ്റ്, സബി ദ്രവ പദാർത്ഥ പുല്ലിംഗ് ഹോത്തെ ഹേ. എല്ലാ ദ്രവപദാർത്ഥങ്ങളും പുല്ലിംഗമാണ്. ജൈസെ പാനി, തേൽ, ദൂത്, ദഹി, ഘീ ആദി. മിക്കവാറും എല്ലാ ദ്രവപദാർത്ഥങ്ങളും പുല്ലിംഗമാണ്. ഉദാഹരണം പാനി വെള്ളം, തേല് എണ്ണ, ദൂത് പാല്, ദഹി തൈര്, ഘീ നെയ്യ്. ഇതെല്ലാം പുല്ലിംഗാണ്. അപ്പോൾ എല്ലാ ദ്രവപദാർത്ഥങ്ങളും പുല്ലിംഗത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് അപവാദമുണ്ട്. ചാച്ച്, ലസ്സി ആദി. ചാച്ച് എന്ന് പറഞ്ഞാൽ മോര്, ലസ്സി നമ്മൾ ലസ്സി ഉണ്ടാക്കി കഴിക്കുന്നത്, അത് അപവാദമായിട്ട് പെടുന്നത് സ്ത്രീലിംഗത്തിലാണ് വരുന്നത്. 10ാമത്തെ പോയിൻ്റ്, പ്രായഃ സബി ആകാരാന്ത സംഖ്യായേം പുല്ലിംഗ് ഹോത്തി ഹേ. മിക്കവാറും എല്ലാ ആകാരാന്ത സംഖ്യയെയും, ആകാരാന്തല്ല അകാരാന്ത സംഖ്യയെയും പുല്ലിംഗ് ഹോത്തി ഹേ. മിക്കവാറും എല്ലാ അകാരാന്ത നൗണുകൾ പുല്ലിംഗാണ്. ജൈസെ ഘർ, ജൽ, थल, പൽ, ധൻ, പേഡ് ആദി. ഇതെല്ലാം അകാരാന്തിലാണ്. അതിലാണ് ആവശ്യം. ഗർ, ര അകാരാന്താണ്. ഗർ വീട്, ജൽ ജലം, ഥൽ ഭൂമി, ഫൽ നിമിഷം, അതുപോലെ ധൻ ധനം, പേഡ് മരം തുടങ്ങിയവ അകാരാന്ത വേർഡ്സാണ്. അതെല്ലാം പുല്ലിംഗമാണ്. അതിൽ അപവാദം വരുന്നത് ബാത്ത്, രാത്ത്, ശാം ആദി. ബാത്ത് സ്ത്രീലിംഗാണ്.
രാത്ത്, രാത്രി സ്ത്രീലിംഗമാണ്. അതുപോലെ ശ്യാം, സന്ധ്യ സ്ത്രീലിംഗമാണ്. അപ്പോൾ അതായിട്ട് കിടക്കുന്നത് ഈ വേർഡ്സാണ്. അപ്പോൾ 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രായഃ സഭി അകാരാന്ത ശബ്ദ പുല്ലിംഗ് ഹോത്തി ഹെ. 11ാമത്തെ പോയിന്റ് ഉർദു की वे संख्याएं जिनके अंत में आब आता है പുല്ലിംഗ് ഹോത്തി ഹെ. ഇനി ഉറുദുവിലെ കുറച്ച് നൗണുകൾ, അതിൻ്റെ അവസാനത്തിൽ ആബ് വരുന്നു, അങ്ങനെയാണെങ്കിൽ അത് പുല്ലിംഗാണ്. ജैसे ഗുലാബ്, ജവാബ്, ഹിസാബ്, കബാബ് ആദി. ഇപ്പോൾ ഉറുദുവിലെ കുറച്ച് നൗണുകൾ അതിൻ്റെ അവസാനത്തിൽ ആബ് വന്നു കഴിഞ്ഞാൽ അത് പുല്ലിംഗാണ്. ഗുലാബ്, റോസ്. അതുപോലെ ജവാബ്, ഉത്തരം മറുപടി. ഹിസാബ്, കണക്ക്. കബാബ്, കബാബ് കഴിഞ്ഞു. അപ്പോൾ ആബിൽ അവസാനിക്കുന്ന വേർഡ്സ് പുല്ലിംഗത്തിലാണ്, പുല്ലിംഗമാണെന്ന് പറയുന്നത്. അതിന് അപവാദമുണ്ട്. കിതാബല്ല എപ്പോഴും സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുന്നത്, പുസ്തകം. അതുപോലെ ശരാബ്, മദ്യം, ഇത് രണ്ടും സ്ത്രീലിംഗമാണ്. 11ാമത്തെ പോയിന്റ് ഉർദു की वे संख्याएं जिनके अंत में आप आता है उसे ये पुल्लिंग होती है, അത് പുല്ലിംഗമാണെന്ന് പറയുന്നത്. 12ാമത്തെ പോയിന്റ് संस्कृत के वे सभी शब्द पुल्लिंग है जिनके अंत में ता, त्र, आस, आप, आर और न आते हैं. जैसे ഗീത് തല അവസാനിക്കുന്നു, മിത്ര ത്രയിൽ അവസാനിക്കുന്നു, ആസ് ത്രാസ്, ആബ് താബ്, ആറ് വികാർ, ന വജൽ. അപ്പോൾ സംസ്കൃതത്തിലെ എല്ലാം വേ സബി ശബ്ദ പുല്ലിംഗ് ഹെ, എല്ലാ വേർഡ്സും പുല്ലിംഗാണ്. അതെങ്ങനെയുള്ളത്? സംസ്കൃതത്തിലെ ഏത് വേർഡ്സിൻ്റെയാണ്? ജിൻകെ അന്തമേ, ആ വേർഡ്സിൻ്റെ അവസാനം താ വരികയാണെങ്കിൽ, ത്രാ വരികയാണെങ്കിൽ, ആസ് വരികയാണെങ്കിൽ, ആപ്പ് വരികയാണെങ്കിൽ, ആർ വരികയാണെങ്കിൽ, ന വരികയാണെങ്കിൽ ആ വേർഡ്സ് പുല്ലിംഗാണ്. സംസ്കൃതത്തിലെ വേർഡ്സിൻ്റെ അവസാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞത് പുല്ലിംഗാണ്. എക്സാമ്പിൾ ഗീത്, മിത്ര, ത്രാസ്, ത്രാസ് എന്ന് പറയുമ്പോൾ ആസ്, താബ് ആബ്, വികാർ ആറ്, വചൻ ന. അപ്പോൾ ഈ സംസ്കൃതത്തിലെ വേർഡ്സിൻ്റെ അവസാനം ഈ പറയുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പുല്ലിംഗമാണെന്നാണ് പറയുന്നത്. ഈ ലാസ്റ്റ് പോയിൻ്റ്, അതായത് പുല്ലിംഗത്തിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 13ാമത്തെ പോയിൻ്റാണ്, ലാസ്റ്റ് പോയിൻ്റാണ്. ഉർദു की वे संख्याएं पुल्लिंग है जिनके अंत में आन, आल, ആർ ആദി ആത്തെ ഹെ. ഉറുദുവിലെ കുറച്ച് നൗണുകൾ പുല്ലിംഗാണ്. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ആൻ വയ്ക്കുന്നു, ആൽ വയ്ക്കുന്നു, ആർ വയ്ക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ജൈസെ മക്കാൻ പുല്ലിംഗാണ്. ആൽ വയ്ക്കുമ്പോൾ സവാൽ പുല്ലിംഗാണ്. ആറ് ബാസാർ. അപ്പോൾ ആൻ, ആൽ, ആർ വരുന്ന വേർഡ്സ്, ഉറുദുവിലെ വേർഡ്സ് പുല്ലിംഗമാണ്. അതിന് കുറച്ച് അപവാദമുണ്ട്. അപവാദ് ദുഖാൻ സ്ത്രീലിംഗാണ്, സർക്കാർ സ്ത്രീലിംഗാണ്, തക്രാർ സ്ത്രീലിംഗാണ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഉർദു की वे संख्याएं पुल्लिंग है जिनके अंत में आन, आल, आर आदि आते हैं. मक्खान, बाजार, सवाल आदि पुल्लिंग है लेकिन कुछ अपवाद है. दुकान, സർക്കാർ, തക്രാർ ആദി സ്ത്രീലിംഗ है. ഇപ്പോൾ പുല്ലിംഗത്തിലെ 13 നിയമങ്ങളാണ് പഠിച്ചത്. നമുക്ക് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ പോയിൻറ്റും നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിൻ്റ് പുല്ലിംഗ് സംഖ്യാओं के नियम में ആദ്യത്തെ पॉइंट എന്ന് പറയുന്നത് संस्कृत के आकारांत शब्दों को छोड़कर हिंदी के सभी आकारांत शब्द पुल्लिंग होते हैं. कुछ उदाहरण है कपड़ा, आटा आदि इसका उदाहरण है, लेकिन कुछ अपवाद भी है. लगदा बोधय या प्रत्ययंत शब्द स्त्रीलिंग होते हैं. एग्जाम्पल लुटिया, गुड़िया, डिबिया തുടങ്ങിയ വേർഡ്സ് സ്ത്രീലിംഗാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്
धातुओं, ग्रहों, नक्षत्रों, पेड़ों, पहाड़ों और रत्नों के नाम पुल्लिंग होते हैं। सोना, सूर्य, हिमालय, हीरा आदि उदाहरण है, लेकिन उसमें इनमें कुछ अबोध भी है। चांदी, पृथ्वी, इमली, सुपारी आदि स्त्रीलिंग है। മൂന്നാമത്തെ പോയിന്റ് മഹീനോം തഥാ ദിനം കെ നാം പുല്ലിംഗ് ഹോത്തെ ഹെ. അതിലൊരു മാറ്റമില്ല. മാസങ്ങളുടെ പേര്, ദിവസങ്ങളുടെ പേര് എന്ന് പറയുന്നത് പുല്ലിംഗാണ്. ജൈസെ ചൈത്ര, വൈശാഖ്, ആഷാഢ് ആദി മഹീന. രവിവാർ, രവിവാർ സെ ശനിവാർ തക്ക് ദിൻ, അതായത് ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ. എല്ലാ ദിവസവും എല്ലാ മാസവും അവിടെ പുല്ലിംഗാണ് എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് സമുദ്രം, ദേശം, ജില്ലോ, നഗരം और गाँवों के नाम पुल्लिंग है. लेकिन इसमें एक अपवाद है, दिल्ली नगर. ये स्त्रीलिंग शब्द है. दिल्ली स्त्रीलिंग शब्द है. अഞ്ചാമത്തെ പോയിന്റ് जिन भाववाचक संख्याओं के अंत में आव, पन, पा, त्व आदि प्रत्यय हो उसे ये शब्द पुल्लिंग है. एग्जाम्पल बहाव, बचपन, बुढ़ापा, मनुष्यत्व आदि उदाहरण है. ആറാമത്തെ പോയിന്റ് कृदंत की वे संख्याएं जिनके अंत में आन आता है. അതിന് നമ്മൾ പുല്ലിംഗായിട്ട് പറയുന്നുണ്ട്. ലഗാൻ, മിലാൻ, ഖാൻ, പാൻ ആദി പുല്ലിംഗ് है, लेकिन इसमें कुछ अपवाद है. ഉഡാൻ, പറക്കൽ, പഹച്ചാൻ, മുസ്കാൻ ആദി സ്ത്രീലിംഗ് है. ഏഴാമത്തെ പോയിന്റ് ക്രിയാർത്ഥക സംഖ്യായും പുല്ലിംഗ് है. ക്രിയയുടെ അർത്ഥം വരുന്ന വേർഡ്സ് അവിടെ പുല്ലിംഗാണ്. ചലന, ഗലന, ദൗഡന, പഠന ആദി പുല്ലിംഗ് ശബ്ദ है. എട്ടാമത്തെ പോയിന്റ് അനാജം കെ നാം പുല്ലിംഗ് ഹോത്തെ है. ഇവിടെ ധാന്യങ്ങളുടെ പേരെല്ലാം പുല്ലിംഗാണെന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് ഗേഹൂം, ചാവൽ, ചന, ബാജ്ര തുടങ്ങിയ സാധനങ്ങൾ പുല്ലിംഗാണ്. उनमें कुछ अपवाद भी है. मूंग, दाल, अरहर आदि अपवाद है. ये शब्द स्त्रीलिंग है. ഒൻപതാമത്തെ പോയിന്റ് പ്രായः സഭി ദ്രവപദാർത്ഥ പുല്ലിംഗ് ഹോത്തെ ഹെ. മിക്കവാറും എല്ലാ ദ്രവപദാർത്ഥങ്ങളും പുല്ലിംഗമാണ്. എക്സാമ്പിൾ പാനി, दूध, दही, तेल, घी आदि पुल्लिंग है, लेकिन उसमें कुछ अपवाद है. छाछ, लस्सी आदि स्त्रीलिंग है. പത്താമത്തെ പോയിന്റ് സഭി അകാരാന്ത സംഖ്യായും പുല്ലിംഗ് ഹോത്തി ഹെ. മിക്കവാറും എല്ലാ അകാരാന്ത വേർഡ്സും പുല്ലിംഗാണ്. എക്സാമ്പിൾ ഗർ, ജൽ, ഥൽ, പൽ, ധൻ, പേഡ് ആദി. അത് ആയിലാണ് അവസാനിക്കുന്നത്. അകാരാന്ത വേർഡ്സാണ്, അത് പുല്ലിംഗാണ്. അപവാദം എന്ന് പറയുന്നത് 2-3 വേർഡ്സ് പറയുന്നുണ്ട്. ബാത്ത്, രാത്ത്, ശ്യാം തുടങ്ങിയവ അപവാദമാണ്, അത് സ്ത്രീലിംഗാണ്. 11ാമത്തെ പോയിന്റ് ഉറുദു की वे संख्याएं जिनके अंत में ആബ് आता है. ഉറുദുവിലെ കുറച്ച് വേർഡ്സ്, നൗണുകളുണ്ട്, സംഖ്യകളുണ്ട്. ജിൻകെ അന്തമേ, അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ആബ് आता है, ആബ് വെച്ച് കഴിഞ്ഞാൽ അത് പുല്ലിംഗാണ്. എക്സാമ്പിൾ ഗുലാബ്, ജവാബ്, ഹിസാബ്, കബാബ് തുടങ്ങിയവ ആബിൽ അവസാനിക്കുന്നതാണ്, അത് പുല്ലിംഗാണ്. ലേക്കിൻ മേ കുച്ച് അപവാദ ഹെ. കിതാബ്, ശരാബ് ആദി സ്ത്രീലിംഗ് ഹെ. 12ാമത്തെ പോയിന്റ് संस्कृत के वे सभी शब्द पुल्लिंग है जिनके अंत में ता, ത്ര, ആസ്, ആപ്പ്, ആർ और न आते हैं. അതായത് ഈ പറയുന്ന വേർഡ്സിൻ്റെ അവസാനത്തിൽ സംസ്കൃതത്തിലെ കുറച്ച് നൗണുകളുടെ അവസാനത്തിൽ താ വരുന്നുണ്ട്, ത്ര വരുന്നുണ്ട്, ആസ് വരുന്നുണ്ട്, ആപ്പ് വരുന്നുണ്ട്, ആറ് വരുന്നുണ്ട്, ന വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നതൊക്കെ പുല്ലിംഗാണ്. ഗീത്, മിത്ര, ത്രാസ്, താബ്, വികാർ, വചൻ ആദി ഉദാഹരണം ഹേ. ഇതൊക്കെ കാര്യങ്ങളെല്ലാം അതിന് ഉദാഹരണമാണ്. 13 പോയിൻ്റാണ് 13ാമത്തെ പോയിന്റ്. നെക്സ്റ്റ് 13ാമത്തെ പോയിന്റ് ഉറുദു की वे संख्याएं पुल्लिंग है. लास्ट പോയിൻ്റാണ്. जिनके अंत में ആൻ, ആൽ, ആർ ആते हैं. ഉറുദുവിലെ കുറച്ച് നൗണുകൾ അത് പുല്ലിംഗാണ്. അവസാനം വരുന്നത് ആനിൽ അവസാനിക്കുന്നു, ആലിൽ അവസാനിക്കുന്നു, ആറിൽ അവസാനിക്കുന്നു, അത് പുല്ലിംഗമാണ്. എക്സാമ്പിൾ മഖാൻ, ബാസാർ, സവാൽ ആദി. ഇനി അതിൽ അപവാദമുണ്ട്, സ്ത്രീലിംഗമായിട്ട് വരുന്നുണ്ട്. ദൂഖാനുണ്ട്, സർക്കാരുണ്ട്, തക്രാറുണ്ട്. ഇതെല്ലാം സ്ത്രീലിംഗത്തിലാണ് വരുന്നത്. അപ്പോൾ അതാണ് 13 നിയമങ്ങളാണ് നമ്മുടെ
ലിംഗനിർണ്ണയത്തിൽ നമ്മൾ പഠിക്കുന്നത് പുല്ലിംഗത്തിൻ്റെ 13 നിയമങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രാണിവാചക അപ്രാണിവാചക ശബ്ദങ്ങളുണ്ട്. പ്രാണിവാചകയിൽ നമ്മൾ ലിംഗനിർണ്ണയം നടത്താൻ തന്നെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അപ്രാണിവാചകയിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. കാരണം അതിൽ നിയമങ്ങളുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ അപവാദങ്ങളും വരുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് പുല്ലിംഗാണ് കൂടുതലും, പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൽ കുറച്ച് ഭാഗം സ്ത്രീലിംഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിംഗനിർണ്ണയം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അതിനുള്ള നിയമങ്ങളാണ് നമ്മൾ 13 നിയമങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ത്രീലിംഗ ശബ്ദമൊക്കെ നിയമമാണ്. സ്ത്രീലിംഗം വേർഡ്സ് അതിൻ്റെ നിയമങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിലൊരു 10-12 പോയിൻ്റ് നമുക്ക് പഠിക്കാനുണ്ട്. 14 പോയിൻ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ പഠിച്ചതിന് അപവാദമായിട്ട് വരുന്ന പല കാര്യങ്ങളും മറ്റേതിൽ നമുക്ക് സ്ത്രീലിംഗമായിട്ട് വരുന്നതാണ്. സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീജാതിക്ക് ബോധകരാത്തേഹി അല്ലേ, സ്ത്രീജാതി എന്നുള്ള ബോധമുണ്ടാക്കുന്നതാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.